ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ODI സീരീസിലെ അവസാന ODI നാളെ നടക്കാൻ പോവുകയാണ്. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:30 പ്രേമദാസ സ്റ്റേഡിയം, കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ODI സീരീസിലെ മൂന്നാം ഏകദിനവും അവസാന ഏകദിനവും നടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങുകയും രണ്ടാം മത്സരത്തിൽ ജയിക്കുകയും ചെയ്ത ശ്രീലങ്ക നിലവിൽ ഇന്ത്യക്കെതിരെ 1-0 സീരീസ് ലീഡ് ചെയ്യുകയാണ്. സോ പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെ ചുമതലയിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യ ഏകദിനമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ലങ്കൻ സീരീസിൽ ഇന്ത്യക്ക് തിരിച്ചു വരണമെങ്കിൽ നാളത്തെ മത്സരം അതിനിർണായകം തന്നെയാണ്. നാളത്തെ മത്സരത്തിൽ എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് ജയിച്ചു കയറിയേ പറ്റൂ. അപ്പോൾ ആദ്യ 2 മത്സരങ്ങളിൽ നമുക്കറിയാം ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് നമ്മൾ കണ്ടതായിരുന്നു. ബൗളേഴ്സ് വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും വളരെ ദയനീയ പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. അപ്പോൾ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള അവസാന ഏകദിനത്തിന് ടീം ഇന്ത്യ ഇറങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും 11-ൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ? സോ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീലങ്കയുടെ ഒരു പ്രൊഡിക്റ്റഡ് 11 നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത ലങ്കൻ താരങ്ങൾ ലങ്കയുടെ നിരയിൽ നാളത്തെ മത്സരത്തിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഹസരംഗയ്ക്ക് പകരം 11-ലെത്തിയ ജെഫ്രി വാണ്ടർസെ നാളത്തെ മത്സരത്തിലും ഇന്ത്യക്കെതിരെ കളിക്കും. സോ ശ്രീലങ്കയുടെ പ്രൊഡിക്റ്റഡ് 11 നോക്കാം. പത്തും നിസ്സംഗ, അവിഷ്ക ഫെർണാണ്ടോ അടങ്ങിയ ഓപ്പണിംഗ് സഖ്യം. കുശാൽ മെൻഡിസ്, സദീര സമരവിക്രമ, ക്യാപ്റ്റൻ സരിത സരംഗ, കമിൻദു മെൻഡിസ്, ജനിത് ലിയനാഗെ, ദുനിത് വെല്ലലാഗെ, അഖില ധനഞ്ജയ, അസിത ഫെർണാണ്ടോ, ജെഫ്രി വാണ്ടർസെ. സോ ഇതാണ് ശ്രീലങ്കയുടെ അവസാന ODIയിലെ പ്രൊഡിക്റ്റഡ് 11. ഇന്ത്യയുടെ സാധ്യത 11ലേക്ക് വരുവാണെങ്കിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും അടങ്ങുന്ന ഓപ്പണിംഗ് സഖ്യം. വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ. ഒപ്പം നാളത്തെ മത്സരത്തിൽ ശിവം ഡൂബയ്ക്ക് പകരം റിയാൻ പരാഗ് 11ലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഋഷഭ് പന്തിനാണ്. പക്ഷേ പന്തിൻ്റെ 11ലേക്കുള്ള സ്ഥാനം അല്പം പ്രയാസകരം തന്നെ. കാരണം സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ ഒരു അഡീഷണൽ സ്പിൻ ബോളർ എന്ന നിലയിൽ കൂടി റിയാൻ പരാഗിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതിനാൽ തന്നെ ശിവം ഡൂബയ്ക്ക് പകരം പരാഗിനെ 11ലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. സോ വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ് ഇതായിരിക്കും ഇന്ത്യയുടെ നാളത്തെ മത്സരത്തിലെ പ്രൊഡിക്റ്റഡ് 11. സോ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മൂന്നാം ODIയിലെ പ്രൊഡിക്റ്റഡ് 11 2 ടീമുകളിലും സാധ്യത 11 ഇതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.